ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ അറ്റകുറ്റപ്പണി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ആർ രാഹുൽ നായർ. ദേശീയപാതയിലെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച അടിയന്തര യോഗം. പുഴയ്ക്കൽ മുതുവറ ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് പരിഹാര മാർഗങ്ങൾ തെളിയുന്നു. പുഴയ്ക്കലിൽ ലൈൻ ട്രാഫിക് സംവിധാനം നടപ്പിലാക്കും. ആളൂരിൽ വീടാക്രമിച്ച് സ്ത്രീകളെ ഉപദ്രവിക്കുകയും 4 വയസ്സുകാരനെ എടുത്തെറിയുകയും ചെയ്ത സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. ചന്ദ്രപ്പിന്നിയിൽ വീടുകളിൽ അക്രമം നടത്തിയ ഒരാളും അറസ്റ്റിൽ. അഷ്ടമിരോഹിണി ആഘോഷത്തിന് ഗുരുവായൂരിൽ വിപുലമായ പരിപാടികൾ. തൃശൂരിൽ മഹാശോഭായാത്രയ്ക്ക് ഒരുക്കം പൂർത്തിയതായി ഭാരവാഹികൾ. മാതാപിതാക്കളുടെ പ്രതീക്ഷകൾ അർത്ഥവത്താക്കാൻ പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് കഴിയണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. ഇനിയൊരു തിരിച്ചുപോക്കുണ്ടായാൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസം തകർന്നടിയുമെന്നും മന്ത്രി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂർ പാലക്കാട് ദേശീയപാതയിലെ അറ്റകുറ്റപ്പണി സമയബന്ധിതമായും ശാസ്ത്രീയമായും പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ആർ രാഹുൽ നായർ പറഞ്ഞു. അറ്റകുറ്റപ്പണി സ്തംഭിച്ചതിനെ തുടർന്നുണ്ടായ ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനായി ദേശീയപാതയിൽ സന്ദർശനം നടത്തിയ ശേഷം TCVയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങളുടെ വിലയിരുത്തലിൽ ശാസ്ത്രീയമായിട്ട് ഒട്ടനവധി റീസൺസ് ഉണ്ട്. ഇവിടെ അപകടങ്ങൾ കൂടി വരുന്നുണ്ട്, മരണം സംഭവിക്കുന്നുണ്ട്, പലതും നമുക്ക് ഒഴിവാക്കാൻ പറ്റാവുന്നതാണ്. അപ്പം ഇതിലൊരു ഇൻ്റർവെൻഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ് അഡ്മിനിസ്ട്രേഷൻ്റെയും താല്പര്യം. വാണിയമ്പാറ മുതൽ പട്ടിക്കാട് വരെയുള്ള ഭാഗമാണ് കമ്മീഷണർ പരിശോധിച്ചത്. ഇരുമ്പുപാലത്തിന് സമീപം തുരങ്ക നിർമ്മാണം നടക്കുന്ന സ്ഥലവും കമ്മീഷണർ സന്ദർശിച്ചു. വാണിയമ്പാറ മുതൽ പട്ടിക്കാട് വരെയുള്ള റോഡ് റീടാറിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ട് ഇരുമ്പുപാലത്തിന് സമീപം നിരാഹാര സമരം നടത്തുന്ന വാണിയമ്പാറ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ പ്രതിനിധികളുമായി കമ്മീഷണർ ചർച്ച നടത്തി. നിരാഹാര പന്തലിൽ എത്തിയാണ് അദ്ദേഹം ചർച്ച നടത്തിയത്. ACP P വാഹിദ്, CI KK സജീവ്, സ്പെഷ്യൽ ബ്രാഞ്ച് ACP TS സിനോജ് എന്നിവർ കമ്മീഷണറോടൊപ്പം ഉണ്ടായിരുന്നു. അതേസമയം തൃശൂർ പാലക്കാട് ദേശീയപാതയിലെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അടിയന്തര ഇടപെടൽ നടത്തുന്നതിനായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച യോഗം ചേരും. കെ രാജൻ MLA, MP-മാരായ CN ജയദേവൻ, PK ബിജു തുടങ്ങിയവർ പങ്കെടുക്കും. മന്ത്രിതല ചർച്ച 13-ന് നടക്കും. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിലെ പുഴയ്ക്കൽ മുതുവറ ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് പരിഹാര മാർഗങ്ങൾ തെളിയുന്നു. പുഴയ്ക്കലിൽ ലൈൻ ട്രാഫിക് സംവിധാനം നടപ്പിലാക്കും. സംസ്ഥാന പാതയിൽ പൂർണ്ണമായും തകർന്ന മുതുവറ പെട്രോൾ പമ്പ് മുതൽ മുതുവറ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് ടാറിങ്ങിന് പകരം കോൺക്രീറ്റ് ബ്രിക്സ് തിങ്കളാഴ്ച മുതൽ വിരിച്ചു തുടങ്ങും. ഇതുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ പൂർത്തിയായതായി അനിൽ അക്ര MLA അറിയിച്ചു. പുഴയ്ക്കലിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ശോഭാ സിറ്റിക്ക് സമീപം ട്രാഫിക് ഡിവൈഡറുകൾ സ്ഥാപിക്കും. ശോഭാ സിറ്റിക്ക് മുന്നിലെ ഇടുങ്ങിയ റോഡിൽ നിന്ന് നേരിട്ട് വാഹനങ്ങൾ വലത്തേക്ക് തിരിയുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ട്രാഫിക് ഡിവൈഡർ സ്ഥാപിക്കുന്നത്. പുഴയ്ക്കൽ ബസ് സ്റ്റോപ്പിന് സമീപത്തുള്ള വീതി കൂടിയ ഭാഗത്ത് ശോഭാ സിറ്റിയിലേക്കുള്ള വാഹനങ്ങൾ തിരിഞ്ഞു പോകാൻ സൗകര്യമൊരുക്കും. ഇതിനു പുറമെ കുന്നംകുളം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾക്ക് തടസ്സങ്ങൾ കൂടാതെ പോകുന്നതിനായി പ്രത്യേക ലൈൻ ട്രാഫിക് സംവിധാനം ഏർപ്പെടുത്താനുമാണ് അധികൃതർ ആലോചിക്കുന്നത്. ലുലു ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നൽ ലൈറ്റ് സംവിധാനം ക്രമീകരണത്തിലെ പോരായ്മകളും പരിഹരിക്കും. കുന്നംകുളം ഭാഗത്തു നിന്ന് തൃശൂരിലേക്ക് വാഹനങ്ങൾ സിഗ്നലിൽ കുടുങ്ങിക്കിടക്കാതെ നേരിട്ട് പോകുന്നതിനായി പുഴയ്ക്കൽ ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റ് സംവിധാനം പുനഃക്രമീകരിക്കാനുമാണ് നീക്കം നടക്കുന്നത്. മുതുവറ പുഴയ്ക്കൽ ഭാഗങ്ങളിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ശനിയാഴ്ച ഉദ്യോഗസ്ഥതല യോഗം ചേരും. അനിൽ അക്കര MLAയുടെ അധ്യക്ഷതയിൽ പേരാമംഗലം പോലീസ് സ്റ്റേഷനിലാണ് യോഗം ചേരുന്നത്. തൃശൂർ ഗുരുവായൂർ ACP-മാർ, കോർപ്പറേഷൻ പ്രതിനിധികൾ, പുഴയ്ക്കൽ അടാട്ട് പഞ്ചായത്ത് പ്രതിനിധികൾ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിൽ യാത്രാ ദുരിതം തുടരുന്നു.
അധികൃതരുടെ കണ്ണു തുറപ്പിക്കാൻ പോലീസ് തൂമ്പയെടുത്തു. സംസ്ഥാനപാതയിൽ ടാറിംഗ് തകർന്ന് ഗതാഗതക്കുരുക്ക് രൂക്ഷമായ മുതുവറയിൽ നേരത്തെ നടത്തിയ അറ്റകുറ്റപ്പണി പൂർത്തിയാകാത്തതിനെ തുടർന്നാണ് പോലീസ് തൂമ്പയെടുത്ത് നിരത്തിലിറങ്ങിയത്. ഹൈവേ പോലീസിന്റെ നേതൃത്വത്തിൽ മുതുവറ റോഡിലെ കുഴികൾ ഇഷ്ടികയും ഇഷ്ടിക പൊടിയും ഉപയോഗിച്ച് അടച്ചു. മുതുവറയിലെ പെട്രോൾ പമ്പ് മുതൽ ജംഗ്ഷൻ വരെയുള്ള കുഴികളാണ് അടച്ചത്. മുതുവറയിലും പുഴയ്ക്കലിലും കുരുക്ക് മുറുകുന്ന സമയങ്ങളിൽ കുന്നംകുളത്ത് നിന്ന് തൃശൂരിലേക്ക് വരുന്ന ചെറിയ വാഹനങ്ങൾ മുണ്ടൂരിൽ നിന്ന് വരടിയം വഴി തൃശൂരിലേക്ക് വഴിതിരിച്ചു വിടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. തിരുവോണ ദിവസം വീടാക്രമിച്ച് 4 വയസ്സുകാരനെ എടുത്തെറിയുകയും സ്ത്രീകളെ ഉപദ്രവിക്കുകയും ചെയ്ത സംഭവത്തിൽ 3 പേരെ അളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പുലിപ്പാറക്കുന്ന് സ്വദേശികളായ തച്ചനാടൻ ലാറ എന്ന് വിളിക്കുന്ന റനീഷ്, വാര്യക്കാടൻ വീട്ടിൽ അമൽ, മലയാടൻ ബവീഷ് എന്നിവരെയാണ് ആളൂർ SI VV വിമലും സംഘവും അറസ്റ്റ് ചെയ്തത്. തിരുവോണ ദിവസം രാത്രി ആളൂർ മന്നാട്ടുകുന്നിലെ കുഴിക്കുളം വീട്ടിൽ സീതയെയും 2 ആൺമക്കളെയും മൂത്ത മകന്റെ ഭാര്യയെയും ഇരുമ്പുവടി കൊണ്ട് തലയ്ക്കടിക്കുകയും സ്ത്രീകളെ ഉപദ്രവിക്കുകയും ചെയ്തതായാണ് പരാതി. സംഭവം കണ്ട് ബഹളം വെച്ച മൂത്ത മകന്റെ 4 വയസ്സുകാരനായ മകനെ ഒന്നാം പ്രതി റനീഷ് എടുത്തെറിയുകയും ചെയ്തെന്ന് പോലീസ് പറഞ്ഞു. ഓട്ടോറിക്ഷയ്ക്ക് സൈഡ് കൊടുക്കാത്തതിനെ തുടർന്നുണ്ടായ തർക്കവും വൈരാഗ്യവുമാണ് ആക്രമണത്തിന് കാരണം. സംഭവത്തിൽ ഒരു പ്രതിയെ കൂടി പിടികൂടാനുണ്ട്. അന്വേഷണ സംഘത്തിൽ ASIമാരായ പോൾസൺ ജോസഫ്, സാദത്ത്, സീനിയർ CPOമാരായ രാധാകൃഷ്ണൻ, ജീവൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ചിന്ത്രാഭിന്നി കണ്ണനാംകുളത്ത് മാരകായുധങ്ങളുമായി വീടുകളിൽ കയറി അക്രമം നടത്തുകയും വീട്ടുകാരെ മർദ്ദിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ ഒരാളെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണനാംകുളം സ്വദേശി ഏറാക്കൽ സൂരജ് എന്ന അനുവാണ് പിടിയിലായത്. 3 പ്രതികളുള്ള ഈ കേസിൽ മറ്റുള്ളവരെ പിടികൂടാനായിട്ടില്ല. കഴിഞ്ഞ മാസം 27-ന് രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. കണ്ണനാംകുളം ക്ഷേത്ര പരിസരങ്ങളിലെ 3 വീടുകൾക്ക് നേരെയായിരുന്നു ആക്രമണമുണ്ടായത്. മഴു ഉപയോഗിച്ച് വീടിന്റെ വാതിൽ വെട്ടിപ്പൊളിച്ചും ഗൃഹനാഥന്റെ കഴുത്തിൽ വാൾ വെച്ച് ഭീഷണിപ്പെടുത്തിയും വീട്ടുകാരെ മർദ്ദിച്ചുമാണ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ പിടികൂടുന്നതിനായി പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. ഇതിനിടെ പ്രതികളിലൊരാൾ ചേറ്റുവ ഹാർബറിനടുത്ത് ഒരു വീട്ടിലുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലിലാണ് സൂരജ് പിടിയിലായത്. മതിലകം, കാട്ടൂർ, വലപ്പാട് സ്റ്റേഷനുകളായി വധശ്രമം ഉൾപ്പെടെ 12 കേസുകളിലെ പ്രതിയാണ് ഇയാൾ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു. ഈ മാസം 12-ന് അഷ്ടമിരോഹിണി ആഘോഷിക്കുന്നതിനായി 1,72,100 രൂപയുടെ എസ്റ്റിമേറ്റിന് ഭരണസമിതി അംഗീകാരം നൽകി. ദർശനത്തിനെത്തുന്നവർക്ക് മുഴുവൻ ഭഗവാന്റെ പിറന്നാൾ സദ്യ നൽകും. ഒരേസമയം 1,700 പേർക്ക് പ്രസാദഊട്ട് കഴിക്കാനാകും. സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിന്റെ പുറത്ത് കിഴക്കേ നടയിലും പടിഞ്ഞാറേ നടയിലും വിശേഷാൽ ദീപസ്തംഭം തെളിയിക്കലും ക്ഷേത്ര പരിസരത്ത് വൈദ്യുതി അലങ്കാരങ്ങളും ഉണ്ടാകും. 3 നേരവും കാഴ്ചശിവേലിക്ക് സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കും. അഷ്ടമിരോഹിണിയുടെ പ്രധാന വഴിപാടായ അപ്പം ഷീട്ടാക്കുന്നതിനായി തലേദിവസം വൈകുന്നേരം 5 മുതൽ പ്രത്യേക കൗണ്ടർ പ്രവർത്തനം ആരംഭിക്കും. ഗവർണർ ജസ്റ്റിസ് P. സദാശിവം ഉദ്ഘാടനം ചെയ്യും. ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരം ചെണ്ടകലാകാരൻ ശ്രീധരൻ നായർക്ക് ഗവർണർ സമ്മാനിക്കും. നവതി ആഘോഷിക്കുന്ന ഡോക്ടർ M. ലീലാവതിയെ സുവർണമുദ്രയും പ്രശസ്തി ഫലകവും മംഗളപത്രവും നൽകി ആദരിക്കും. ഈ മാസം 12-ന് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ മഹാശോഭായാത്ര സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 26 ശോഭായാത്രകൾ പാറമേക്കാവ് ക്ഷേത്ര പരിസരത്ത് സംഗമിച്ച ശേഷമായിരിക്കും മഹാശോഭായാത്ര ആരംഭിക്കുക. 9-ാം തീയതി ഉറിയടി മത്സരം, 10-ന് ഗോപൂജ, കുടുംബ സംഗമം എന്നിവയും ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി അരങ്ങേറും. അഷ്ടമിരോഹിണിയോട് അനുബന്ധിച്ച് ഗുരുവായൂർ ദേവസ്വം നടത്തുന്ന ഭാഗവത സപ്താഹയജ്ഞത്തിന് മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആചാര്യവരണം നടത്തി. തുടർന്ന് മാഹാത്മ്യ പാരായണം നടന്നു. ദിവസവും രാവിലെ 5 മുതൽ 11:30 വരെയും വൈകിട്ട് 3 മുതൽ 5 വരെയുമാണ് സപ്താഹം. 15-ന് സമാപിക്കും. ഗുരുവായൂർ കേശവൻ നമ്പൂതിരി, ഡോക്ടർ V. അച്യുതൻകുട്ടി, മേച്ചേരി ഗോവിന്ദൻ നമ്പൂതിരി തുടങ്ങിയവരാണ് യജ്ഞാചാര്യന്മാർ. മടങ്ങിവരാം ഇടവേള കഴിഞ്ഞ്. വാർത്തകളിലേക്ക്. വലിയ പ്രതീക്ഷയോടെയാണ് മാതാപിതാക്കൾ കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് അയക്കുന്നതെന്നും ആ പ്രതീക്ഷ നിലനിർത്താൻ അധ്യാപകർക്ക് കഴിയണമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി തൃശൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച അധ്യാപക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1,45,208 കുട്ടികൾ പുതിയതായി പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നുവന്നു. പണ്ടുമുതലേ കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് വിടേണ്ടതായിരുന്നുവെന്ന് മാതാപിതാക്കൾക്ക് തോന്നും വിധമാകണം പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ. പൊതുവിദ്യാഭ്യാസം ക്ഷയിച്ചു തുടങ്ങിയതു മുതൽ കേരളത്തിലുണ്ടായ സാംസ്കാരിക മാറ്റം പറയാനാവില്ലെന്നും ഇനിയൊരു തിരിച്ചുപോക്കുണ്ടായാൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസം തകർന്നടിയുമെന്നും മന്ത്രി പറഞ്ഞു. ക്ലാസ് സമയങ്ങളിൽ അധ്യാപകർ മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച തൃശൂർ വിദ്യാഭ്യാസ ഡയറക്ടർ K. സുമതി കർശന നിർദ്ദേശം നൽകി.
ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരായ KJ മോഹനൻ, NR മല്ലിക, HSE ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ PP പ്രകാശൻ, സീതാറാണി, ഡോക്ടർ MK ലോഹിതദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ദേശീയ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാക്കളെ ആദരിച്ചു. കൊടകര GLP സ്കൂളിന് മുന്നിലെ ബസ് സ്റ്റോപ്പിൽ യുവാവ് ബസ്സിടിച്ച് മരിച്ചു. കൊടകരയിൽ ലോട്ടറി ഏജൻസി നടത്തിയിരുന്ന നന്ദിപുലം അരിക്കാട്ട് വീട്ടിൽ ലോനക്കുട്ടിയുടെ മകൻ 37 വയസ്സുള്ള ജസ്റ്റിനാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് സംഭവം. ഉടൻ ചാലക്കുടിയിലെ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുവായൂർ റെയിൽവേ ഗേറ്റിനടുത്ത് ഒഴിഞ്ഞപറമ്പിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാവീട് കുറുവായിപ്പറമ്പിൽ കുണ്ടുവീട്ടിൽ ബാലനാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 പരിസരത്തെ വീട്ടുകാരാണ് മൃതദേഹം കണ്ടെത്തിയത്. വായിൽ നിന്ന് നുരയും പതയും വന്ന നിലയിലാണ്. ഇരുകാലുകളിലും മുറിവുകളുണ്ട്. പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളുമുണ്ട്. ബാലനെയും 4-5 പേരെയും രാവിലെ മുതൽ ഈ പറമ്പിൽ കണ്ടിരുന്നതായി പരിസരവാസികൾ പറഞ്ഞു. സംഘം ചേർന്ന് മദ്യപിക്കുന്നത് ചോദ്യം ചെയ്ത പരിസരവാസികളുമായി വാക്കുതർക്കവും നടന്നിരുന്നു. പോലീസ് നായയും സയന്റിഫിക് അസിസ്റ്റന്റും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. ടെമ്പിൾ CI UH സുനിൽദാസിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇയാൾക്ക് അപസ്മാരമുള്ളതായി പോലീസ് പറഞ്ഞു. ഫാത്തിമ ദർശന ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫാത്തിമ സന്ദേശ യാത്രാ പര്യടനം സമാപിച്ചു. അതിരൂപതയുടെ കീഴിലുള്ള വിവിധ ഇടവകകളിൽ പ്രയാണം പൂർത്തിയാക്കിയ ശേഷം തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ സന്ദേശയാത്ര സമാപിച്ചു. മുത്തുകുടകളുടെയും പേപ്പൽ പതാകകളുടെയും അകമ്പടിയോടെ തിരുസ്വരൂപം വ്യാകുലമാതാ ബസിലിക്കയിൽ നിന്ന് ലൂർദ് കത്തീഡ്രലിലേക്ക് എഴുന്നള്ളിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ, നിയുക്ത സഹായമെത്രാൻ ഫാദർ ടോണി നീലങ്കാവിൽ എന്നിവർ സന്ദേശം നൽകി. നേരത്തെ അതിരൂപതയുടെ കീഴിലുള്ള ഫൊറോന പള്ളികളിൽ സന്ദേശയാത്രയ്ക്ക് സ്വീകരണം നൽകിയിരുന്നു. ഇനി കാണാം TCV തേർഡ് ഐ. തൃശൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം റോഡരികിൽ നിൽക്കുന്ന മരം അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. ഹാൻഡി തോമസാണ് വാർത്താദൃശ്യം അയച്ചു നൽകിയത്. തൃശൂർ ശക്തൻ നഗറിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപത്തെ തിരക്കുള്ള മേഖലയിലാണ് റോഡിലേക്ക് ചാഞ്ഞ നിലയിൽ മരം അപകട ഭീഷണി ഉയർത്തി നിലകൊള്ളുന്നത്. കൂറ്റൻ മരത്തിന്റെ വലിയ ശിഖരം നേരത്തെ ഒടിഞ്ഞു വീണിരുന്നു. ട്രാൻസ്ഫോർമറും വൈദ്യുതി പോസ്റ്റുകളും നിരവധി ഓഫീസുകളും ഷോപ്പിംഗ് മാളുകളും നിറഞ്ഞ തിരക്കുള്ള മേഖലയാണിത്. മരം കടപുഴകി വീണാൽ വൻ ദുരന്തത്തിൽ കലാശിക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ ശക്തൻ നഗറിന് സമീപത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ മരം മറിഞ്ഞ് കാറിന് മുകളിൽ വീണെങ്കിലും വൻ അപകടം വഴിമാറിയിരുന്നു. ഇത്തരം മുൻ അനുഭവങ്ങളുണ്ടായിട്ടും അപകട ഭീഷണിക്കെതിരെ അധികൃതർ കാര്യമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. മറ്റു വാർത്തകളിലേക്ക്. ക്ഷേത്രക്കുളം നിർമ്മിക്കാനെന്ന പേരിൽ മണ്ണെടുത്ത വയൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. കല്ലൂർ കണ്ണംകുറ്റി ആലുക്കൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ കുളം കുഴിച്ചെടുത്ത മണ്ണ് അനധികൃതമായി ഓട്ട് കമ്പനികൾക്ക് വിൽപ്പന നടത്തിയെന്നായിരുന്നു പരാതി. വേലുപ്പടം സ്വദേശി TN മുകുന്ദൻ നൽകിയ പരാതിയിലാണ് ഉത്തരവ്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ചെന്ന സബ് കളക്ടറുടെ റിപ്പോർട്ടിന്റെ കൂടി വെളിച്ചത്തിലാണ് ഉത്തരവുണ്ടായത്. ചട്ടലംഘനം നടന്നതായി ബോധ്യപ്പെട്ടാൽ 30 ദിവസത്തിനുള്ളിൽ വയൽ പൂർവ്വസ്ഥിതിയിലാക്കുവാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു. ഈ വിഷയത്തിൽ നേരത്തെ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് ലോകായുക്ത കളക്ടർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഇതിനിടെയാണ് കളക്ടറുടെ ഉത്തരവ്. മണ്ണമ്പേട്ടയിൽ വാഹന പരിശോധനയ്ക്കിടെ വരന്തരപ്പള്ളി പോലീസ് കാർ യാത്രക്കാരായ 4 കുടുംബത്തെ പെരുവഴിയിൽ ഇറക്കിവിട്ടു. നെടുപുഴ സ്വദേശി കൊള്ളന്നൂർ റാഫിയും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറാണ് പോലീസ് തടഞ്ഞിട്ടത്. ശനിയാഴ്ച വിദേശത്തേക്ക് പോകാനിരിക്കുന്ന കുടുംബത്തെയാണ് പോലീസ് മണിക്കൂറുകൾക്ക് മുൻപ് വഴിയിൽ ഇറക്കിവിട്ട് വാഹനം കൊണ്ടുപോയത്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. കാറിന്റെ പുക പരിശോധനയുടെ കാലാവധി കഴിഞ്ഞതിനാൽ 1000 രൂപ പിഴയടയ്ക്കണമെന്ന് പോലീസ് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ 1000 രൂപ കൈവശമില്ലെന്നും പിഴ കോടതിയിൽ അടയ്ക്കാമെന്നും റാഫി പറഞ്ഞെങ്കിലും വാഹനത്തിൽ നിന്ന് കുടുംബത്തെ ഇറക്കിവിട്ട് വാഹനം പോലീസ് കൊണ്ടുപോവുകയായിരുന്നു. പിഴ ചുമത്തി റാഫിക്ക് നൽകിയ രസീത് ബലമായി പോലീസ് തിരിച്ചുവാങ്ങി കൊണ്ടുപോയതായും പരാതിയിൽ പറയുന്നു. ഇതിനിടെ വാഹനം ഓടിച്ചിരുന്ന റാഫിയുടെ മൂത്തമകൻ സനത്തിനെ പോലീസ് കൊണ്ടുപോകാൻ ശ്രമിച്ചുവെങ്കിലും റാഫി തടയുകയായിരുന്നു. റാഫിയുടെ ഭാര്യ ബിന്ദുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനം. റാഫിയുടെ ഭാര്യയും 2 മക്കളുമാണ് കാറിൽ ഉണ്ടായിരുന്നത്. പിന്നീട് രാത്രി 7 മണിയോടെ പോലീസ് സ്റ്റേഷനിൽ എത്തിയ റാഫിയോടും ബന്ധുക്കളോടും പോലീസ് അപമര്യാദയായാണ് പെരുമാറിയതെന്ന് പറയുന്നു. സംഭവം മാധ്യമപ്രവർത്തകരെ അറിയിച്ചതിന്റെ പേരിൽ പിഴയടച്ചാലും വാഹനം തരാൻ കഴിയില്ലെന്ന് പോലീസ് പറഞ്ഞതായി റാഫി അറിയിച്ചു. പോലീസ് വണ്ടിക്ക് കൈകാട്ടി ഞങ്ങൾ നിർത്തി ബുക്കും പേപ്പറൊക്കെ കാണിച്ചു കൊടുത്തു. പുക ടെസ്റ്റിൻ്റെ 2 മാസത്തെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് 1000 രൂപ അവർ എഴുതി തന്നു. ഞങ്ങൾ കോടതിയിൽ അടയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ തിരിച്ചു വാങ്ങിച്ചു. വണ്ടി കൊണ്ടുപോയി ഞങ്ങൾ അവിടുന്ന്
തൃശൂരിൽ നിന്നുള്ള ചലച്ചിത്ര പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ കാപ്പുച്ചീനോ എന്ന സിനിമ റിലീസിനായി തയ്യാറെടുക്കുകയാണ്. തൃശൂർ സ്വദേശിയായ നൌഷാദ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഈ മാസം 15-ന് തിയേറ്ററുകളിലെത്തും. വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർ പിന്നെ ഇവിടുത്തെ യൂത്തിനും പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ഫാമിലി എൻ്റർടൈനറാണിത്. കൃത്യമായിട്ട് ഫാമിലി എൻ്റർടൈനറാണ്. പിന്നെ അതുപോലെ തന്നെ ഹ്യൂമറും സംഗീത പ്രാധാന്യമുള്ളൊരു സിനിമ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇതൊരു 6ഓളം സോങ് തന്നെ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ ഈ ക്യാപ്പിച്ചിനോ എന്ന് പറഞ്ഞൊരു കണ്ടന്റും ഈ സിനിമയും കൂടി ഒരു ബന്ധമുണ്ട്. അതാണ് പ്രധാനമായിട്ട് നമ്മൾ അങ്ങനെ ഒരു പേര് വരാൻ കാരണം. ഇറ്റാലിയൻ കോഫിയായ കാപ്പിച്ചിനോ എന്ന പേര് ചിത്രത്തിന്റെ പ്രമേയവുമായി ബന്ധമുള്ളതാണ്. ഇഷാം അബ്ദുൾ വഹാബ് ഈണം നൽകി വിനീത് ശ്രീനിവാസൻ, ജയചന്ദ്രൻ, ഷഹബാസ് അമൻ എന്നിവർ ആലപിച്ച ഗാനങ്ങൾ ഇതിനോടകം ശ്രദ്ധേയമായി കഴിഞ്ഞു. കണ്ണും പൂട്ടിയിരുന്നു നെഞ്ചിൽ കാതിൽ മെല്ലെ ചൊല്ലാനുള്ളിൽ പോരാമോ മിടുക്കി 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 മിടു മിടുക്കി 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 കണ്ണിൽ നിന്നൊരു കാണാത്ത കയറിട്ട് കരളിലെ മാനിനെ കുടുക്കി 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 കുടുക്കി. ന്യൂസ് ഡെസ്ക് TCV. പാവറട്ടി ചുക്കുബസാറിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ കൂലിപ്പണിക്കാരനായ വൃദ്ധന് പരിക്കേറ്റു. തമിഴ്നാട് കൃഷ്ണപ്പള്ളി സ്വദേശി 67 വയസ്സുള്ള മരുതയ്ക്കാണ് പരിക്കേറ്റത്. ചുക്കുബസാറിന് സമീപം പെരിങ്ങാട് കരയോഗം ഓഫീസ് വരാന്തയിൽ കിടന്ന് വിശ്രമിക്കുമ്പോഴാണ് കൂട്ടമായി എത്തിയ തെരുവ് നായ്ക്കൾ മരുതയെ ആക്രമിച്ചത്. സമീപത്ത് സൂക്ഷിച്ചിരുന്ന പണിയായുധമായ വെട്ടുകത്തി കൊണ്ട് വെട്ടിയതോടെ നായ്ക്കൾ ഓടിപ്പോവുകയായിരുന്നു. നാട്ടുകാർ പരിക്കേറ്റ മരുതയെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റൊരു ഇടവേള. വാർത്തകളിലേക്ക്. തിരുവനന്തപുരത്ത് നടന്ന കേരള സ്റ്റേറ്റ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ അണ്ടർ 18 വിഭാഗം 400 മീറ്റർ റേസിൽ എരുമപ്പെട്ടി സ്വദേശി TJ ജംഷീല 1ാം സ്ഥാനം കരസ്ഥമാക്കി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ്. മുഹമ്മദ് ഹനീഫയാണ് കായികാധ്യാപകൻ. പെരുമ്പള്ളിശ്ശേരിയിൽ വീട്ടിൽ നിന്ന് 10 പവൻ ആഭരണങ്ങളും 10,000 രൂപയും മോഷണം പോയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പടിഞ്ഞാറെ പെരുമ്പള്ളിശ്ശേരി ഉഷ ബാലകൃഷ്ണന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഊരകത്ത് നടന്ന കുമ്മാട്ടി മഹോത്സവം കാണാൻ വീട്ടുകാർ വീട് പൂട്ടി പുറത്തുപോയപ്പോൾ വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു മോഷണം. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും വീട്ടിൽ പരിശോധന നടത്തി. സമീപവാസികൾ നൽകിയ സൂചനയുടെ അടിസ്ഥാനത്തിൽ പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കുമെന്ന് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി അറിയിച്ചു. മാളയിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചാരുപടി കല്ലേലി 45 വയസ്സുള്ള അജയനാണ് മരിച്ചത്. തിരുവോണ നാളിലാണ് അജയനെയും ഭാര്യയെയും പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ബാലസൗഹൃദ ജില്ലാ പരിപാടിയുടെ മുഖ്യ പ്രോജക്റ്റായ ഡിസബിലിറ്റി റിസോഴ്സ് സെന്ററിന്റെ രൂപരേഖ അവതരിപ്പിച്ചു. മുളകുന്നത്താവ് കിലയാണ് സാങ്കേതിക സമിതിക്ക് നേതൃത്വം നൽകുന്നത്. കിലയിൽ സാങ്കേതിക സമിതിയുടെ പ്രഥമ യോഗം ചേർന്നു. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ MKC നായർ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. കില ഡയറക്ടർ ഡോക്ടർ ജോയ് ഇളമൻ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പത്മിനി, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ U ഗീത എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിൽ ആദ്യമായി പ്ലാസ്റ്റിക് അടക്കമുള്ള അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന പ്ലാന്റ് സ്ഥാപിച്ച് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് മാതൃകയാകുന്നു. കാരളം ഗ്രാമപഞ്ചായത്തിലെ വ്യവസായ കേന്ദ്രത്തിൽ സ്ഥാപിക്കുന്ന പ്ലാന്റ് ഈ മാസം 10-ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ ഉദ്ഘാടനം ചെയ്യും. കുടുംബശ്രീ പ്രവർത്തകർ വഴി വീടുകളിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന ഉണക്കി വൃത്തിയാക്കിയ പ്ലാസ്റ്റിക് പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ സംസ്കരിച്ച് സർക്കാർ നിർദ്ദേശപ്രകാരം ഗ്രാമീണ റോഡ് നിർമ്മാണങ്ങളിൽ ഉപയോഗിക്കാനാണ് പദ്ധതിയിടുന്നത്. വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നളിനി ബാലകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വനജ ജയൻ, കമറുദ്ദീൻ വലിയകത്ത്, PV കുമാരൻ, തോമസ് തത്തമ്പിള്ളി എന്നിവർ പങ്കെടുത്തു. മുതിർന്ന മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. CPI ജില്ലാ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം അഡ്വക്കേറ്റ് K രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോയ് M മണ്ണൂർ, CPI നേതാവ് P ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ നടത്തിയ പ്രകടനം തെക്കേ ഗോപുരനടയിൽ സമാപിച്ചു. കവി C രാവുണ്ണി പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. FSETO ജില്ലാ നേതാവ് ജെയിംസ് പോൾ അധ്യക്ഷത വഹിച്ചു. FSETO ജില്ലാ സെക്രട്ടറി KL ജോസ്, KGOA ജില്ലാ സെക്രട്ടറി KM അജിത് കുമാർ, KSTA നേതാവ് മോഹനൻ,
NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി സോമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് നഗരം ചുറ്റി നടന്ന പ്രകടനത്തിന് ജില്ലാ സെക്രട്ടറി PB അനൂപ്, ജില്ലാ പ്രസിഡന്റ് KV രാജേഷ്, ബ്ലോക്ക് പ്രസിഡന്റ് KS സെന്തിൽകുമാർ, ഗ്രീഷ്മ അജയഘോഷ് എന്നിവർ നേതൃത്വം നൽകി. മുതിർന്ന മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷിന്റെ കൊലപാതകികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കലാകാരന്മാരുടെ സംഘടനയായ നന്മയുടെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നന്മ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി ഓഫീസിൽ സമാപിച്ചു. പ്രതിഷേധ യോഗം നന്മ സംസ്ഥാന ജനറൽ സെക്രട്ടറി രവി കേച്ചേരി ഉദ്ഘാടനം ചെയ്തു. ജയപ്രകാശ്, അശോക് കുമാർ, CK രവി തുടങ്ങിയവർ നേതൃത്വം നൽകി. മുതിർന്ന മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷിനെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് മാളയിൽ പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുയോഗം കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി PKM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. PK അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. ലിൻഡീഷ് ആന്റോ, KM ഫ്രാൻസിസ്, EC ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ഓണത്തലേന്ന് പെരിഞ്ഞനം കുറ്റിലക്കടവിൽ പൂക്കളം ഒരുക്കുന്ന വീടിന് മുൻപിലെത്തി അക്രമം നടത്തിയ കേസിൽ ഒരാളെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. പരിസരവാസി ഓരംപുരയ്ക്കൽ മിഥുനാണ് പിടിയിലായത്. ഞായറാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. അക്രമത്തിൽ ഗൃഹനാഥനും മകനും സ്കൂൾ അധ്യാപികയും ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റിരുന്നു. കുറ്റിലക്കടവ് RM സ്കൂളിനടുത്ത് കാരിയിൽ പ്രേമചന്ദ്രന്റെ വീടിന് നേർക്കായിരുന്നു ആക്രമണമുണ്ടായത്. ഓണപ്പൂക്കളം ഒരുക്കുന്നതിനിടെ വീടിന് മുന്നിലെത്തിയ 5 അംഗ സംഘം ബഹളം വയ്ക്കുകയും അസഭ്യം പറയുകയും ചെയ്തിരുന്നു. ഇത് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു അക്രമം. രാത്രി കടയടച്ച് പുറത്തിറങ്ങിയ വ്യാപാരിയെ ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ച് പണം കവർന്ന സംഭവത്തിലെ പ്രധാന പ്രതി അറസ്റ്റിലായി. മാള വലിയപറമ്പ് അന്തിക്കാട് വീട്ടിൽ അരുൺ എന്ന പൂപ്പനെയാണ് ചാലക്കുടി CI VS ഷാജു അറസ്റ്റ് ചെയ്തത്. മുരിങ്ങൂർ ഡിവൈൻ മേൽപ്പാലത്തിന് സമീപം പലചരക്ക് കട നടത്തുന്ന വ്യാപാരി നാരായണൻകുട്ടിയെ കഴിഞ്ഞ ജൂലൈ 14-നാണ് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചത്. ബാഗിലുണ്ടായിരുന്ന 28,000 രൂപയും 6 അംഗ സംഘം കവർന്നിരുന്നു. 4 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തു. സംഘത്തിലെ ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. പൊയ്യ പഞ്ചായത്തിലെ പൂപ്പത്തി പട്ടികജാതി കോളനിയിൽ തനിച്ച് താമസിക്കുന്ന 90 വയസ്സ് കഴിഞ്ഞ വള്ളോത്തിക്ക് സഹകരണ ബാങ്കിന്റെ ജപ്തി നോട്ടീസ്. പൊയ്യ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ഓഗസ്റ്റ് 10-നാണ് വടക്കേ വീട്ടിൽ പരേതനായ കാവാലന്റെ ഭാര്യ വള്ളോത്തിക്ക് നോട്ടീസ് നൽകിയിരുന്നത്. ആകെയുള്ള 9 സെന്റ് സ്ഥലത്തെ മേൽക്കൂര പോലും പൂർത്തിയാകാത്ത അപകടാവസ്ഥയിലുള്ള വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. 2012-ൽ മകൻ അർജുനൻ ബാങ്കിൽ നിന്ന് 1.5 ലക്ഷം രൂപ വായ്പയെടുത്തപ്പോൾ വള്ളോത്തി ജാമ്യം ഒപ്പിട്ടിരുന്നു. മകളുടെ വിവാഹ ആവശ്യത്തിനായാണ് വായ്പയെടുത്തത്. വായ്പയെടുത്ത മകനും ഭാര്യയും പിന്നീട് മരിച്ചു. അന്നെടുത്ത 1.5 ലക്ഷത്തിന് പലിശയടക്കം 2,84,838 രൂപ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടാണ് സഹകരണ ബാങ്ക് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്ന് വള്ളോത്തി പറഞ്ഞു. നോട്ടീസ് കിട്ടിയ എന്താണ് ഏതാണെന്ന് ഒരു പിടുത്തമൊന്നുമില്ല. അപ്പുറം മാത്രം എനിക്കറിയാം. പിന്നെ മക്കൾ വന്നപ്പോഴാണ് പറഞ്ഞത് പറമ്പിന്റെ എന്ത് നോട്ടീസോ? ജപ്തി നോട്ടീസാണോ? അതെ, അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് ഒരു ഇടവേള കൂടി. വർഷങ്ങൾക്ക് മുൻപ് ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡിലും ബസ് സ്റ്റാൻഡിലുമായി സ്ഥാപിച്ച സോളാർ വഴിവിളക്കുകൾ അറ്റകുറ്റപ്പണികൾ നടത്താതെ നശിച്ചു തുടങ്ങി. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് 27,400 രൂപ വില വരുന്ന 100 സോളാർ വിളക്കുകൾ ഇരിങ്ങാലക്കുട മുനിസിപ്പൽ പരിധിയിൽ സ്ഥാപിച്ചത്. എന്നാൽ 4 വർഷം കഴിഞ്ഞിട്ടും ഇവയുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഇതുവരെയും നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇതുമൂലം ബൈപ്പാസ് റോഡിലെ ഭൂരിഭാഗം ലൈറ്റുകളും നോക്കുകുത്തികളായി. പല വിളക്കുകളും ഒടിഞ്ഞു വീണു. ചിലത് കാടുകയറി. പലതിന്റെയും ബാറ്ററികൾ മോഷണം പോയി. വഴിവിളക്കുകൾ കത്താത്തതിന്റെ പേരിൽ കൌൺസിൽ യോഗത്തിൽ പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷവും ഈ ലൈറ്റുകളുടെ കാര്യത്തിൽ മൗനത്തിലാണ്. അടിയന്തരമായി സോളാർ വിളക്കുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി വീണ്ടും പ്രകാശിപ്പിക്കാൻ നഗരസഭ നടപടിയെടുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. പുല്ലഴി വടക്കുമുറിയിൽ വീട് കയറിയുള്ള ആക്രമണത്തിൽ യുവാവിന് കുത്തേറ്റു. കരുവാൻപറമ്പിൽ കുമാരൻ മകൻ ജിഷോയ്ക്കാണ് കുത്തേറ്റത്. വെള്ളിയാഴ്ച വെളുപ്പിന് 5 മണിയോടെയാണ് സംഭവം. സംഭവവുമായി ബന്ധപ്പെട്ട് എടമുട്ടം സ്വദേശി അൻവറിനെ വെസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. വ്യക്തി വൈരാഗ്യമാണ് സംഭവത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. പുതുക്കാട് റെയിൽവേ മേൽപ്പാലം പൂർത്തിയാകുന്നതോടെ സ്റ്റേഷനിലെ 2ാം പ്ലാറ്റ്ഫോം ദീർഘിപ്പിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം അഡീഷണൽ റെയിൽവേ മാനേജർ KS ജെയിൻ അറിയിച്ചു. പരിശോധനയ്ക്കായി പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ KS ജെയിനെ പുതുക്കാട് ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി അരുൺ ലോഹിതാക്ഷൻ, വിജയകുമാർ പുതുക്കാട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. തൃശൂർ ട്രാഫിക് ഇൻസ്പെക്ടർ റഹീം, കാറ്ററിംഗ് ഇൻസ്പെക്ടർ ജോബി, പുതുക്കാട് സ്റ്റേഷൻ സൂപ്രണ്ട് VC രവി, തൃശൂർ RPF സർക്കിൾ ഇൻസ്പെക്ടർ കേശവദാസ് എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. സ്റ്റേഷന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പുതുക്കാട് ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ നിവേദനം നൽകി.
ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. തൃശൂർ പാലക്കാട് ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ആർ രാഹുൽ നായർ. ദേശീയപാതയിലെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച അടിയന്തര യോഗം. പുഴയ്ക്കൽ മുതുവറ ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് പരിഹാര മാർഗങ്ങൾ തെളിയുന്നു. പുഴയ്ക്കലിൽ ലൈൻ ട്രാഫിക് സംവിധാനം നടപ്പിലാക്കും. ആളൂരിൽ വീടാക്രമിച്ച് സ്ത്രീകളെ ഉപദ്രവിക്കുകയും 4 വയസ്സുകാരനെ എടുത്തെറിയുകയും ചെയ്ത സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. ചന്ദ്രപിനിയിൽ വീടുകളിൽ അക്രമം നടത്തിയ ഒരാളും അറസ്റ്റിൽ. അഷ്ടമി രോഹിണി ആഘോഷത്തിന് ഗുരുവായൂരിൽ വിപുലമായ പരിപാടികൾ. തൃശൂരിൽ മഹാശോഭായാത്രയ്ക്ക് ഒരുക്കം പൂർത്തിയായതായി ഭാരവാഹികൾ. മാതാപിതാക്കളുടെ പ്രതീക്ഷകൾ അർത്ഥവത്താക്കാൻ പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് കഴിയണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. ഇനിയൊരു തിരിച്ചുപോക്കുണ്ടായാൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസം തകർന്നടിയുമെന്നും മന്ത്രി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കുക. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് Joya Lucas,